ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. MS ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് നമുക്ക് MS എക്സലിൽ എങ്ങനെ ഒരു പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്തൊരു ഗ്രാഫിൻ്റെ ഓപ്ഷനാണ് പൈ ചാർട്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടിയത് കുറച്ച് ഡാറ്റയാണ്. ഞാൻ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മന്ത്, ക്വാണ്ടിറ്റി, താഴെ മന്തിൻ്റെ താഴെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ക്വാണ്ടിറ്റിയുടെ താഴെ കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചെങ്ങനെ പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഏത് ഡാറ്റയ്ക്കാണ് പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ ഡാറ്റ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു. പിന്നെ ഇൻസേർട്ട്, മേളിൽ പോയിട്ട് ഇൻസേർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇങ്ങോട്ട് വരാമെങ്കിൽ നമുക്കിവിടെ കുറേ ഗ്രാഫ്സിൻ്റെ ഓപ്ഷൻ കാണാം. ഇതിനകത്ത് ഈ റൗണ്ട് കളറിലൊരു ഗ്രാഫ് ഉണ്ട്, പൈ ചാർട്ട്. ഇവിടെ മൗസ് ഒക്കെ അറിയാം, ഇൻസേർട്ട് പൈ ഓർ ഡോണറ്റ് ചാർട്ട്. ഓക്കെ, ഇതിനകത്ത് പൈ ചാർട്ടും ഉണ്ട്, ഡോണറ്റ് ചാർട്ടും ഉണ്ട്. ആദ്യം നമുക്ക് പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസ് തരും, 2D പൈ ചാർട്ട്, 3D പൈ ചാർട്ട്, ഡോണറ്റ്. ഫസ്റ്റ് നമുക്ക് 2D പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. 2D പൈ ചാർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2D പൈ ചാർട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡാറ്റ വെച്ച് ഓരോ മന്തിനും ഓരോ കളറാണ്. കാരണം താഴെ ആ മന്തിൻ്റെ കളർ കൊടുത്തിട്ടുണ്ട്. ജാനുവരിക്ക് ഒരു ബ്ലൂ കളർ, ഫെബ്രുവരിക്ക് ഒരു ഓറഞ്ച് കളർ. അപ്പോൾ നമുക്ക് മനസ്സിലാകാം ഓരോ കളർ ഏത് മാസത്തെയാണ്. പിന്നെ ഓരോ കളറിന് എത്ര ഡാറ്റ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഡാറ്റ ലെവൽസ് ആഡ് ചെയ്തെടുക്കാം. ഏത് ഗ്രാഫിൻ്റെ അവിടെ വേണ്ടിയെന്ന് വെച്ചാൽ ആ ഗ്രാഫെ കൊണ്ട് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഡാറ്റ ലെവൽസിന് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓരോ ഇതിനും ഗ്രാഫിനും ഡാറ്റ ലേബിൾസ് വന്നു. ഓക്കെ, ഇതാണ് 2D പൈ ചാർട്ട്. അടുത്ത് നമുക്ക് 3D പൈ ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം. ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക. വീണ്ടും ഡാറ്റ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് പൈ ചാർട്ടിനോട് പോവുക. താഴെ 3D പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3D പൈ ചാർട്ട് നമുക്ക് മുന്നിൽ റെഡിയാണ്. 2D പൈ ചാർട്ടിനേക്കാളും വളരെ കാണാൻ ഭംഗിയുള്ളൊരു ചാർട്ടാണ് 3D പൈ ചാർട്ട്. ഇതിന് നമുക്ക് ഡാറ്റ ലേബൽ കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ഡാറ്റ ലേബൽസ്. ഡാറ്റ ലേബലായി. അപ്പോൾ ഇതാണ് 3D പൈ ചാർട്ട്. അടുത്തൊരു ഡോണറ്റ് പൈ ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഡിലീറ്റ് ചെയ്യുക. പിന്നെയും ഡാറ്റ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക, ഡോണറ്റ് പൈ ചാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഡോണറ്റ് പൈ ചാർട്ട്. ഇതിനും ഡാറ്റ ലേബൽ നമുക്ക് ആഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, ആഡ് ഡാറ്റ ലേബൽസ്. അപ്പോൾ അവിടെ ഡാറ്റ ലേബൽ ഇനി റെഡിയാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള പൈ ചാർട്ടും ഡോണറ്റ് ചാർട്ടും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇത് ഇച്ചിലൂടെ ഇത് അഡ്വാൻസ്ഡ് ആയിട്ട് പോകാം, പക്ഷേ ഇതിനകത്ത് ഞാൻ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇത് കവർ ചെയ്യുന്നില്ല. ജസ്റ്റ് ബേസിക് ആയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ആദ്യം ഇത് ചെയ്ത് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് വേർഷനിലോട്ട് പോകാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നിങ്ങൾ ഏതെങ്കിലും ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോഴും അവിടുത്തെ റിപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആകുമ്പോൾ ഇങ്ങനത്തെ ചാർട്ടുകൾ വളരെ ഉപയോഗപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിന് വരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.